എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാനിതാ ഞായറാഴ്ച രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ അതാ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടാണ് വന്നത്, എണീറ്റത് തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റപ്പോൾ മുതലുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് വരുമ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത്. അങ്ങനെ നമ്മളിതാ എണീറ്റ് വന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് ഏട്ടനൊക്കെ നേരത്തെ എണീറ്റു. ഏട്ടന് വർക്കുണ്ട്, അപ്പോൾ ഏട്ടൻ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായത്. പിള്ളേർ പിന്നെ ഓരോരുത്തരും എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, ഉറക്കച്ചടവിൽ എണീറ്റ് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ ടീച്ചർ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നീ എന്താ അങ്ങനെ വീഡിയോസൊക്കെ എന്താ ഒരുമാതിരി ഇടുന്നത്. കാരണം നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് ഇപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പറയുന്നുണ്ട്, വീഡിയോസൊക്കെ ഒരു മാതിരി ഉണ്ട്, കാണുമ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരു എന്താ പറയുക, ഒരു ഡള്ളായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലയെന്ന്. അപ്പോൾ എനിക്കും തോന്നിയിട്ടാ, നമ്മുടെ വീഡിയോൻ്റെ പോക്ക് കാണുമ്പോൾ നമ്മുടെ വ്യൂസിൻ്റെ എണ്ണം കുറയുമ്പോൾ നമുക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇന്നലെ ടീച്ചറമ്മ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ മോളെ നേരെ എണ്ണം ഇട്, ഉഴപ്പിയിട്ട് ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പറ്റണ്ടേ, ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ദിവസം വീഡിയോ ഇടണമെന്ന്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനിനിയിപ്പോൾ അതന്നെ പറയണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ ഇനിയിപ്പോൾ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും, ഇതിപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാണല്ലോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞായറാഴ്ച വീഡിയോ എടുത്ത് വെച്ചു. എനിക്ക് തിങ്കളാഴ്ച ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഞായറാഴ്ച വൈകുന്നേരം അതൊന്നും എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞായറാഴ്ച വീഡിയോ എടുത്തത് അങ്ങനെ ഫോണിൽ തന്നെ എടുത്ത് വെച്ച്. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന പിന്നെയാണ് കേട്ടോ ഇതിനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പതുക്കെ എണീറ്റ് വന്നു. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ. അടിച്ചു വിട്ടിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള തീയൊക്കെ കത്തിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ നേരത്തെ തീ കത്തിച്ചിട്ട് കപ്പയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാപ്പിൻ്റെ കൂടെ കപ്പ കഴിക്കാമെന്നും പറഞ്ഞിട്ട് രാവിലെ ആൾ നേരത്തെ ഏട്ടാ 6 മണിക്ക് തന്നെ എണീറ്റിട്ട് സാധാരണ പോലെ തീയൊക്കെ കത്തിച്ച് കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെറുതെ ഇനിയിപ്പം അടുപ്പൊന്ന് കത്തിപ്പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചു. 2ാം മറി തീ പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ ഏട്ടന് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇടുകയാണ്. അങ്ങനെ ചായ ഇട്ട് കൊടുത്തു. പിന്നെ ഏട്ടൻ അതൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും പിള്ളേരും ഒക്കെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമല്ലേ ഭക്ഷണം കഴിക്കാനുള്ളൂ വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം ചോറുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് തീരുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോറ്, തണുത്ത ചോറ്, അതായത് വെള്ളച്ചോറ് എന്ന് പറയില്ലേ, ആ സംഭവം ഉണ്ട്. പഴഞ്ചോറ്, വെള്ളച്ചോറ്, ഞങ്ങളുടെ അവിടെ വെള്ളച്ചോറ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വെള്ളച്ചോറുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇന്നിപ്പോൾ രാവിലെ അങ്ങനെ ഓട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർക്കത് കൊടുക്കണമെന്ന്, കുട്ടികൾക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കും, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്ത് ശീലിച്ചാൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് വെള്ളച്ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിന്ന് കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കഴിക്കാൻ ഉണ്ടാക്കാത്ത കാരണം എന്താ, ഞായറാഴ്ച ഒരു ദിവസമാണല്ലോ ലീവുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് തട്ടി അടിക്കാനായിട്ട് നിന്നു. അങ്ങനെ തട്ടി അടിച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ
ആക്രിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്രികളൊക്കെ ഉണ്ടോയെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറേയൊക്കെ സാധനങ്ങളും പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മുമ്പേ നമ്മൾ ഇതുപോലെ ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സഞ്ചിയിലൊക്കെ ഇട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആക്രിക്കാരൻ വന്നു. പിന്നെ കുറേ ബുക്കുകളുണ്ട് മക്കളുടെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ് പഴയ ബുക്കുകൾ കേട്ടോ. ഞാൻ 1-2 വർഷം ബാക്കിലുള്ളതൊന്നും കൊടുക്കില്ല. അതായത് ഇപ്പോൾ 8-ാം ക്ലാസ് ആണെങ്കിൽ 7-ാം ക്ലാസ്, 6-ാം ക്ലാസ് ആ ബുക്കുകളൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ ബുക്കുകളാണ്. അപ്പോൾ 2 പേരുടെ ബുക്കും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നിറയെ ബുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെറുതെ ഇവിടെ വെച്ചിട്ട് സ്ഥലം ഇങ്ങനെ മുടക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് റൂമിനകത്തുനിന്ന് വലിച്ചെടുത്തത് കേട്ടോ. ഒക്കെ കട്ടിലിൻ്റെ അടിയിൽ സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഇനിയിപ്പോൾ സ്ഥലം മുടക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറേ ആക്രി സാധനങ്ങളും പ്ലാസ്റ്റിക്കുകളും പിന്നെ ഇതാ കുറേ ബുക്കുകൾ കേട്ടോ. പിള്ളേരുടെ കുറേ ബുക്കുകളും ഒക്കെ കൂടെ അവർക്ക് കൊടുത്തു. അപ്പോൾ കിട്ടുന്ന കുറച്ച് പൈസയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു വേസ്റ്റൊക്കെ നമുക്ക് അത് മാറിക്കിട്ടുകയും ചെയ്യും. സ്ഥലം മുടക്കമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കത് 10 രൂപ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പഴയ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. എന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നു. ആക്രിക്കാരൻ പോയതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി പിന്നെ തുടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ക്ലാസ് ഉണ്ട്. ക്ലാസ്സിനൊന്നും പോകണില്ല എന്നും പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ മെല്ലെ പതുക്കെ പതുക്കെ ചെയ്യണത്. സമയം 9:30 10 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വയ്യ കേട്ടോ. കുറേ ദിവസമായി ലീവൊന്നും എടുക്കാണ്ട് ഇങ്ങനെ വർക്കിന് പോകുന്നതുകൊണ്ട് തീരെ വയ്യ. ബാക്ക് പെയിനും ഇടുപ്പ് വേദന ഭയങ്കര സഹിക്കാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് നമ്മളിങ്ങനെ പീരീഡ്സൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒക്കെ കൂടെ ആയപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകണില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പണികളൊക്കെ ചെയ്യാണ്. അതിനിതാ വീടൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടച്ചിട്ട് വരുമ്പോൾ കണ്ടില്ല, ഇതാ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചാരുവിൻ്റെ ഓരോ കോപ്രായങ്ങൾ. അപ്പോൾ അതൊക്കെ ഫോണിലിങ്ങനെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പിന്നെ അങ്ങനെ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം പിന്നെ അപ്പോഴേക്കും വിശക്കുണ്ടായിരുന്നു കേട്ടോ. 10 10:30 ആയില്ലേ. അപ്പോൾ പിന്നെ വിശന്നപ്പോൾ ഞാനിതാ വെള്ളച്ചോറൊക്കെ എടുത്തിട്ട് മോരുണ്ടായിരുന്നില്ല, അപ്പോൾ മോര് കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വെച്ച മോര് കൂട്ടാനും മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മോരില്ലാത്തതുകൊണ്ട് മോര് കറിയും മീൻ കറിയും കൂടെ വെള്ളച്ചോറിലൊഴിച്ച് പിന്നെ ഇതാ രാവിലെ പുഴുങ്ങിയ കപ്പയുണ്ടല്ലോ, പൂളക്കിഴങ്ങ്, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കൂടെ ഉടച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അടുക്കള തുടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് നിന്ന് വെച്ചാൽ കയ്യും കാലൊക്കെ തളരണ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം പിന്നെ കൈമുഖമൊക്കെ കഴുകി പിന്നെ ചോറ് കഴിച്ചു, വെള്ളച്ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു കേട്ടോ. അടുക്കളയും ഇതേപോലെ ഞാൻ തട്ടി അടിക്കുകയാണ് ചെയ്തത്, അടുക്കളയും സ്റ്റോർ റൂമും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ എന്താ പറയുക പണികളൊക്കെ താളം തെറ്റും. നമ്മൾ വീട് വൃത്തിയാക്കാൻ നിന്നാൽ നമ്മുടെ അടുക്കള പണിയൊക്കെ താളം തെറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസം ലീവ് ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ ഒരു ദിവസം അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. വയ്യെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇതുപോലത്തെ പണികളൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റില്ല. അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ വീണവർ തന്നെ എണീക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. താങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് തളർന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടച്ച് പിന്നെ ചോറൊക്കെ ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി രാവിലത്തെ കറി ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും വെക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ നമ്മൾ തുണി അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തുണിയൊക്കെ അലക്കി പിന്നെ മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, മത്തൻ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയത് കൊണ്ട് ഉള്ളിലുള്ള മത്തനൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പുറത്ത് കണ്ട്, അപ്പോൾ ഒരു മത്തൻ കണ്ടപ്പോൾ ഞാനിതാ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത് നല്ല മൂത്ത മത്തനാണ്. അപ്പോൾ കുറേ മത്തൻ ഉണ്ടായിരുന്നു. പക്ഷേ എലിയല്ല, അണ്ണാനുണ്ടല്ലോ, അതിങ്ങനെ കടിച്ച് ഒരു 2-3 ഒക്കെ മത്തങ്ങ അത് തിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരുവ് തിന്ന് അങ്ങനെ ഒരു കേട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് വെച്ചു. പിന്നെ ഉച്ചയായപ്പോൾ എനിക്ക് ഫോൺ വന്നു ക്ലാസ്സിൽ നിന്ന്.
എന്തായാലും ക്ലാസ്സിലേക്ക് വരാണ്ടിരിക്കേണ്ട. ഇന്നിപ്പോൾ നമുക്ക് സെമിനാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാണ്ടിരുന്നാലും പറ്റില്ല. എൻ്റെ ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് അത് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വയ്യ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പെട്ടെന്ന് മീനൊക്കെ വറുക്കാൻ വെച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോവുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് മലയാളം സബ്ജക്റ്റിന് സെമിനാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിന് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ സാറ് വന്നിട്ട് കുഴപ്പമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചായിരുന്നു. പിന്നെ അങ്ങനെ ഓടുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അത്ര പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെമിനാർ എന്ന് പറയുമ്പോൾ 3 ടീമായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് തിരുവാതിര, ഒന്ന് മാർഗ്ഗം കളി, ഒന്ന് ഒപ്പന. എനിക്ക് കിട്ടിയത് മാർഗ്ഗം കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സെമിനാറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇത് അവിടെ എടുത്തിട്ടുണ്ട്. ഞാനാണ് കേട്ടോ മണവാട്ടി അവൻ്റെ ഗ്രൂപ്പിൽ. അപ്പോൾ എന്നെക്കൊണ്ട് മണവാട്ടിയായി ഇരിക്കാൻ വന്നു. അപ്പോൾ സാറ് പറയാണ് ഇങ്ങനെ മണവാട്ടി നല്ല മോഡേൺ മണവാട്ടി, ജീൻസ് ഇട്ട മണവാട്ടി എന്നൊക്കെ പറഞ്ഞ സാറിൻ്റെ വക ഭയങ്കര കമൻ്റ് ആയിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ കുറച്ച് ഒപ്പന പാട്ടുകളൊക്കെ കാണാം നമുക്ക്. മണവാട്ടി തലനൂന്നു. അപ്പോൾ എന്തായാലും ജീൻസ് ഇട്ടാലും മണവാട്ടിയാകാനുള്ള ഒരു യോഗമൊക്കെ അങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാവരും ഭയങ്കര കളിയാക്കലല്ല, നമുക്ക് ആ ഒരു സമയത്ത് ഒരു ചമ്മലൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ നാണമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മുഖത്ത് ഒരു നാണവുമില്ല, ഫുള്ളും വെച്ച് കെട്ടലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ പപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അതൊക്കെ കൊണ്ടുവന്ന് പിള്ളേർക്കൊക്കെ കൊടുത്തു. വരുമ്പോൾ സമയം 5:30 ആയി. അങ്ങനെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ രാവിലെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തീയിട്ടു. പിന്നെ ഇതാ വിളക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഡിസംബറൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇന്നലെ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് ശനിയാഴ്ച. അച്ഛനും മക്കളും കൂടെ ഒക്കെ അതൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്നിപ്പോൾ ഒന്നും വെപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ചോറ് മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നിന്നു. വെണ്ടയ്ക്കയും മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് സാമ്പാർ ഉണ്ടാക്കുക. കാരണം നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ സാമ്പാറൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. പരിപ്പും കഷ്ണങ്ങളൊക്കെ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചു. പിന്നെ സാമ്പാറിന് ഞാൻ വഴട്ടാനായിട്ട് മറന്നു കേട്ടോ. വേഗം തേങ്ങ കൊണ്ട് അരച്ചു. പിന്നെ ഞാൻ പൊടിവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ആ തേങ്ങയുടെ കൂടെ തന്നെ ഒന്ന് ഇട്ടിട്ട് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്ത്. പച്ചത്തേങ്ങയുടെ കൂടെ പെട്ടെന്ന് നമ്മൾ തേങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണല്ലോ എപ്പോഴും. അപ്പോൾ വറുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ എന്തായാലും ഞാനിതാ അങ്ങനെ പച്ചത്തേങ്ങ അരച്ചതിൻ്റെ കൂടെ പൊടികളൊക്കെ മൂപ്പിച്ചിട്ട് അതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ഏട്ടൻ മീനൊക്കെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾ വലയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ മീനൊക്കെ കൊണ്ടുവന്നു. നല്ല പിടയ്ക്കണ മീൻ എന്നൊക്കെ പറയില്ലേ, നല്ല ഫ്രഷ് പുഴ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളി മീനാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം ഫ്രഷാണെന്ന്. പിടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, പിടയ്ക്കണ മീനിനെയാണ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. പാവം കിട്ടുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ കറിയൊന്നും വെക്കില്ല, കുറച്ച് മീനെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ഏട്ടൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വന്നതിന് ശേഷം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നാളത്തേക്കുള്ള ഇഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അതൊന്ന് സെറ്റായി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രൈൻഡറിനകത്ത് തന്നെ. പിന്നെ ഞാനിത് ആ തേങ്ങയൊക്കെ അരച്ച അരപ്പൊക്കെ ഒന്ന് നമ്മൾ സാമ്പാറിനൊക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഏട്ടൻ മീൻ കൊണ്ടുവന്നത് കുറച്ച് വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കരിമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പം തന്നെ നന്നാക്കിയിട്ട് നമുക്ക് വറുത്ത് കഴിക്കാമെന്നും പറഞ്ഞിട്ട് മൂപ്പര് അവിടെ നിന്ന് മീനൊക്കെ നേരെയാക്കാണ്. പിന്നെ കുറച്ച് ചെറുത് മാത്രം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ നാളെയൊക്കെ കറി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറുത്തരച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് എന്ന് പറയാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും സാമ്പാർ പോലെയൊക്കെ അതിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുമെന്ന് പറയില്ലേ, എന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ പകുതി ആയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് നോക്കിയപ്പോൾ നമ്മുടെ സെൽത്താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹായ് വേണം, വല്ലപ്പോഴെങ്കിലും ഒരു ഹായ് തരണം എന്ന് പറഞ്ഞിട്ട് 2-3 വട്ടമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സെൽത്താത്തയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹായ് ചോദിച്ച എല്ലാവർക്കും, അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കടുകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് നുള്ളിയിട്ടാൽ ഇനിയിപ്പോൾ സാമ്പാറിന് ഇനിയിപ്പോൾ അത് മാത്രമായിട്ടൊരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചാൽ മല്ലിയിലയും കൂടെ അങ്ങോട്ട് വെതറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മീൻ നേരെയാക്കാനായിട്ട് നിന്ന് പറഞ്ഞ കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ തേച്ചിട്ട് നമ്മുടെ വക ഒന്ന് വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുക തേച്ച് ഉരച്ച് കഴുകി ഒരു 2-3 പ്രാവശ്യം കൂടെ കഴുകി പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. ഇതിപ്പോൾ വറുക്കാൻ ഉള്ളതാണ് കേട്ടോ, ഇപ്പോഴല്ല കുറച്ച് ഉണ്ട്, ഇനിയിപ്പോൾ നാളത്തേക്കും ഇന്ന് വൈകുന്നേരത്തേക്കും ഉള്ളതാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ കരിമീൻ 2 പിന്നെ കഷ്ണമീനും ഒരു 2-3 അങ്ങനെയാണ് കേട്ടോ എടുത്ത് വറുത്തത്. ബാക്കിയുള്ളതൊക്കെ നാളെ വറുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കരിമീൻ ഇതാ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഉപ്പും മുളകൊക്കെ പിടിക്കണമല്ലോ നമ്മുടെ മീനിലേക്ക്, അപ്പോൾ ഒന്ന് വരയിട്ട് കൊടുക്കുകയാണ്, ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് പുഴ മീൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒന്നും പിള്ളേർക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നല്ല അങ്ങനെ എന്താ പറയുക, വേറെ നമ്മൾ അയില മത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീൻ കഴിക്കുന്ന പോലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ തിലോപ്പി പിന്നെ ഈ കരിമീനൊക്കെ കിട്ടിയാൽ അത് ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ വേറെ ഞാൻ കാണിച്ചു തന്നില്ലേ ഈ പാരൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ കിട്ടിയാൽ നന്നായിട്ട് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കിട്ടുന്നത് കൊണ്ട് അതിന് നമുക്ക് അത്രയ്ക്കൊരു വിലയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കാം കേട്ടോ, കിട്ടാത്തവർക്ക് അറിയുള്ളൂ ഇതിൻ്റെ ഒരു വില എന്താണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എന്താണെന്ന് അറിയുള്ളൂ. നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ മീൻ എന്നും കൊണ്ടുവരുന്നത് കൊണ്ട് മിക്ക സമയത്തും കിട്ടുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്കൊരു ഇതില്ല. അപ്പം ഞാൻ എന്തായാലും ഇതാ നമ്മൾക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടുകയാണ് കേട്ടോ. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. നമുക്ക് ചെറുനാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, അവിടെ ചെറുനാരങ്ങയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നല്ല കളറുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും മസാല പുരട്ടി ഇതൊക്കെ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ നാളത്തേക്കും കൂടെയാണല്ലോ, അപ്പോൾ കുറച്ച് അങ്ങോട്ട് പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 3-4 ഞാൻ വറുക്കാനായിട്ട് എടുത്തു കേട്ടോ. ഇപ്പോൾ വറുക്കാനായിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും ഞാനിതാ മീനൊക്കെ ഒന്ന് വറുത്തിട്ട് ഇനി ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.